ഞാൻ രഞ്ജിനി. മലപ്പുറം ജില്ലയിൽ തിരൂർ തെക്കൻകുറ്റൂർ എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ലൊക്കേഷൻ വരുന്നത്. പ്രധാനമായിട്ടും ഞങ്ങളുടെ പ്രോഡക്റ്റ് ഐസ്ക്രീമാണ്. പ്രീമിയം ഐസ്ക്രീം മുതൽ ഫ്രോസൺ ഡെസേർട്ട് വരെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ബ്രാൻഡ് നെയിം മെസ്സിസ് ഐസ്ക്രീം എന്നാണ്. കമ്പനി നെയിം ഗൂഗിൾ ഫുഡ് ക്രാബ്സ്. ഗൂഗിൾ ഫുഡ്സ് എന്ന ഈ കമ്പനി മെസ്സിസ് ഐസ്ക്രീം എന്ന പ്രോഡക്റ്റ് ഇറക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 വർഷത്തോളമായി. ഇത് തുടങ്ങാനുള്ളൊരു പ്രചോദനം ഉണ്ടായത് ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് മൊനേട്ടൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു. നമസ്കാരം, എൻ്റെ പേര് മോഹൻ. ഞാൻ ഒരു സ്പോർട്സ് ഫോട്ടോഗ്രാഫറായിരുന്നു. ഒത്തിരി വർഷം നമ്മൾ വിദേശത്തായിരുന്നു. ഒരുപാട് ഐസ്ക്രീം ബ്രാൻഡുകൾ കഴിച്ചിട്ട് ഉള്ള ഒരു താല്പര്യത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു കമ്പനി മനസ്സിലുദിച്ചതും തുടങ്ങാനും കാരണം. പിന്നെ മെസ്സി എന്ന മഹാനായ കളിക്കാരനോടുള്ള ആരാധനയാണ് ഇങ്ങനൊരു പേരിലേക്ക് എത്താനും കാരണം. പിന്നെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സ്റ്റോറി. ഒത്തിരി യാത്രകൾ, ഒത്തിരി കാര്യങ്ങളിൽ ഒത്തിരി ഐസ്ക്രീം കമ്പനികളും ഐസ്ക്രീമും കഴിക്കാൻ പറ്റിയിട്ടുണ്ട്, പല ബ്രാൻഡുകളായിട്ടുള്ളത്. അതിൽ നിന്ന് വന്ന ഒരു ആഗ്രഹമായിരുന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് നന്നായിട്ട് പോണു. ഇദ്ദേഹമാണ് അതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വളരെ നന്നായിട്ട് ചെയ്യുന്നു. പിന്നെ നമുക്ക് കുറച്ച് സ്റ്റാഫുകളുണ്ട്. എല്ലാവരും കൂടെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നു. ഇത് നമ്മളെ കോൺ ഐറ്റംസ് ആണ്. ഇതിലാദ്യം വരുന്നത് ബിഗ് കോണാണ്. ബിഗ് കോണിൽ നമ്മൾ 2 ഫ്ലേവറാണ് ചെയ്യുന്നത്. ഒന്ന് ബേസ് ഫ്ലേവർ വാനില ചോക്ലേറ്റ്. വാനില എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. വാനില ചോക്ലേറ്റ് ചെയ്യുന്നു. പിന്നെ ഒരെണ്ണം ഉള്ളത് ലോട്ടസ് ആണ്. ലോട്ടസ് എന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ട് പോകുന്നൊരു സാധനമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ടീനേജേഴ്സിനും കിഡ്സിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ലോട്ടസ്. അതേപോലെ പിന്നെ വരുന്നത് മിനി കോണാണ്. മിനി കോണിൽ ഞങ്ങൾ 2 ഫ്ലേവറാണ് ചെയ്യുന്നത്. ഒന്ന് ചോക്ലേറ്റ്, ഒന്ന് വാനില. പിന്നെ വരുന്നത് ലിറ്റിൽ കോണാണ്. ലിറ്റിൽ കോണിൽ 2 ഐറ്റം നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്ന് ബട്ടർ സ്കോച്ച്. ബട്ടർ സ്കോച്ച് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫ്ലേവറാണ്. അതേപോലെ ഒരു ഡിഫറൻ്റ് ആയിട്ടൊരു ഫ്ലേവർ ചെയ്യുന്നുണ്ട്, കോക്കോ മാംഗോ എന്ന് വെച്ചാൽ ടെൻഡർ കോക്കനട്ടും മാംഗോയും കൂടി മിക്സ് ചെയ്ത ഒരു ഫ്ലേവറാണ്. വളരെ ടേസ്റ്റിയാണ്. 3 ഐറ്റംസ് നമ്മൾ കോണിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവരാണ് മെസ്സിസ് ഐസ്ക്രീമിൻ്റെ ബാക്ക് ബോൺ. ഇപ്പോൾ ആദ്യം ഇവരെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇത് നീതു, അനില, ശില്പ ഓഫീസ് സ്റ്റാഫാണ്. സൗമ്യ, രഞ്ജിതയാണ് സീനിയർ സ്റ്റാഫ്. അപ്പോൾ ഇവരില്ലെങ്കിൽ എനിക്കൊന്നും മുന്നോട്ട് പോവില്ല. കാരണം ഇപ്പം ഞാനില്ലെങ്കിലും ഇവർ വേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ധൈര്യം. നമ്മളെ നാട്ടിലുള്ളൊരു ഐസ്ക്രീം തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെയൊക്കെ കളിക്കാനൊക്കെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ വേർത്തും വശിഞ്ഞൊക്കെ ഇരുന്ന് ഇപ്പോൾ നേരെ ഇങ്ങോട്ടാണ് വരിക. ഇവിടുത്തെ ഈ ഐസ്ക്രീം കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു നല്ല ഇത് കിട്ടും. പിന്നെ നമ്മളിത് പറഞ്ഞ പോലെ തന്നെ മെസ്സി, നമ്മളൊക്കെ മെസ്സി ആരാധകരാണ്. കണ്ടോ, ഇവിടെ തന്നെ നമ്മളൊരു മെസ്സിയുടെ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പേരിട്ടുമ്പോൾ തന്നെ നമുക്കൊരു ഉന്മേഷം വരില്ല ഇങ്ങോട്ട് വരെ. അപ്പം അങ്ങനെ വന്ന് നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കലുണ്ട്. ഇപ്പോൾ നല്ല ടേസ്റ്റാണ്. എന്താ പറയുക, നമുക്ക് കഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാം പലതരം സാധനങ്ങളും ഉണ്ട്. ഇപ്പോൾ ബാറായാലും കോണായാലും എല്ലാതും ഉണ്ട്. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ എടുക്കലുണ്ട്. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ നമുക്കിങ്ങനെ വരുമ്പോൾ തന്നെ നമ്മളെ പോക്കറ്റ് കയറാണ്ട് നമുക്ക് ഇവിടുന്ന് കഴിക്കാം. അതാണ് വേറൊരു മെയിൻ കാര്യം. നമ്മളിങ്ങനെ ഇതാകുമ്പോൾ തന്നെ നമ്മളൊരു പിള്ളേർ സെറ്റല്ലേ, നമ്മളതിൽ അത്ര ഇതൊന്നും ഉണ്ടാവില്ല. നമുക്ക് നേരെ ഇവിടെ വരിക, ചെറിയ പൈസയ്ക്ക് നമുക്ക് കഴിക്കുക, അതിൻ്റെ ഒരു സുഖം കിട്ടും. നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന പ്രീമിയം പ്രോഡക്റ്റാണ്. അപ്പോൾ പ്രീമിയം ഐസ്ക്രീമിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി, അതിൽ ചേർക്കുന്ന റോ മെറ്റീരിയൽസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പാലാണെങ്കിൽ നന്ദിനിയുടെയാണ്. ഒരു 70-75% മിൽക്ക് തന്നെ യൂസ് ചെയ്യും പ്രീമിയം ഐസ്ക്രീമിൽ. അതുപോലെ തന്നെ ബട്ടറാണെങ്കിലും നന്ദിനിയുടെയാണ് എടുക്കാറ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഹെൽത്തിന് എന്താണോ നല്ലത് അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന, അവരെ അട്രാക്റ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ സ്ട്രോബെറി, ഇതൊരു സ്ട്രോബെറി ഷേപ്പാണ്. ഇതിൽ സ്ട്രോബെറി ഐസ്ക്രീമാണ്. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ്. ഇത് മാംഗോ ബോളും ഇതേപോലെയാണ്. ഇതിൽ മാംഗോ ഐസ്ക്രീമാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ബോളിൽ വാനില ഐസ്ക്രീമാണ്. ഇത് ഫണ്ടയിൽ ക്യാരമൽ കുക്കി എന്ന് പറഞ്ഞൊരു ഐറ്റമാണ് ഞങ്ങൾ ഇറക്കിയിട്ടുള്ളത്. പിന്നെ ന്യൂട്ടല്ല ബ്രൗണി, അങ്ങനെ റെയർ ഐറ്റംസ് ഞങ്ങൾ ഇറക്കുന്നുണ്ട്. അതേപോലെ ബേസ് ഫ്ലേവേഴ്സും ഞങ്ങൾ ഇറക്കുന്നുണ്ട്. ഇത് ചെറിയ കപ്പുകൾ, 20 രൂപ വരുന്ന ചെറിയ കപ്പുകളാണ്. പിന്നെ പോപ്സിക്കിൾസ്, ഇത് മിൽക്ക് ബേസിലും വരുന്നുണ്ട്, വാട്ടർ ബേസിലും വരുന്നുണ്ട്. മിൽക്ക് ബേസിൽ ലോട്ടസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്. വളരെ മൂവിങ് ഉള്ളൊരു ഐറ്റമാണ്.
ഇത് ബ്ലാക്ക് കറൻ്റാണ്, നല്ല ടേസ്റ്റാണ്. ഇത് സൺഡേ. ഇത് മാംഗോ ബാർ. സാധാരണ മാംഗോ ബാർ എന്ന് പറഞ്ഞാൽ മാംഗോ പൾപ്പ് പുറത്ത് വന്ന് ഉള്ളിൽ വാനില ഐസ്ക്രീം ഫില്ല് ചെയ്തിട്ടാണ് മാംഗോ ബാർ വരുന്നത്. അപ്പം ഞങ്ങൾ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് മാംഗോ ഐസ്ക്രീമാണ് ഉള്ളിൽ വരുന്നത്, പുറത്ത് വൈറ്റ് ചോക്ലേറ്റ് കോട്ടിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഇത് കുറച്ച് മറ്റുള്ളതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് സിപ്പപ്പാണ്. സിപ്പപ്പ് കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഇതിൽ വളരെ നേച്ചുറലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഒറിജിനൽ പ്രോഡക്റ്റുകൾ ചേർത്തിട്ടാണ്. ഇപ്പോൾ ബൂസ്റ്റ് ഉണ്ട്, ഓറിയോ ഉണ്ട്. ഇതെല്ലാം ഒറിജിനൽ ബൂസ്റ്റും ഓറിയോ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. കളറോ എസൻസോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് പ്രധാനമായിട്ട് വരുന്നത് പ്രീമിയം ഐസ്ക്രീമിൽ 1 ലിറ്ററും ഇറക്കുന്നുണ്ട്, പിന്നെ 1/2 ലിറ്ററും ഇറക്കുന്നുണ്ട്. ഇതിൽ ഏകദേശം ഒരു 13 ഫ്ലേവറോളം 1 ലിറ്റർ ഞങ്ങളിപ്പോൾ ഇറക്കുന്നുണ്ട്. ഇതിലും കൂടുതൽ 1/2 ലിറ്ററിലും വരുന്നുണ്ട്. നമുക്കിപ്പോൾ 15ഓളം ഫ്ലേവറിൽ നമ്മൾ ഐസ്ക്രീം ഇറക്കുന്നുണ്ട്. ഇത് ഫാമിലി പാക്കാണ്. ഇതിൽ ഫ്രോസൺ ഡെസേർട്ടും ചെയ്യാറുണ്ട്, പ്രീമിയം ഐസ്ക്രീംസും ചെയ്യാറുണ്ട്. അത് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഇപ്പോൾ ഫ്രോസൺ ഡെസേർട്ട് വേണ്ടവർക്ക് അത് ചെയ്തു കൊടുക്കും, അതല്ല പക്ക പ്രീമിയം വേണ്ടവർക്ക് അതും ചെയ്തു കൊടുക്കുന്നുണ്ട്. 15ഓളം ഫ്ലേവറിന് നമ്മൾ പ്രീമിയം ഐസ്ക്രീം ഇറക്കുന്നുണ്ട്. ഒരു 11ഓളം ഫ്ലേവറിൽ നമ്മൾ ഫ്രോസൺ ഡെസേർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 20ഓളം ഫ്ലേവറിൽ സ്മാൾ പ്രോഡക്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. മെസ്സിസ് ഐസ്ക്രീമിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റാണിത്. ഇത് ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇത് പാസ്ചറൈസിങ് ടാങ്കാണ്. നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസൊക്കെ ആദ്യം ആഡ് ചെയ്യുന്നത് ഇതിലോട്ടാണ്. ഇത് ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ്. ഇതാണ് ഹോമോജനൈസർ. ഹോമോജനൈസറിലോട്ടാണ് പിന്നെ അത് പാസ് ചെയ്യുന്നത്. ഹോമോജനൈസറിൽ നിന്നും ഇങ്ങോട്ട് കൂളിങ്ങിലേക്ക് വരുമ്പോൾ, കൂളിംഗ് ടാങ്കിലോട്ട് വരുമ്പോൾ ഇവിടെ വെച്ചത് കൂൾ ചെയ്ത് ഏജിങ് ടാങ്കിലോട്ട് പോകും. ഏജിങ് ടാങ്കിലേക്ക് ഒരു മിനിമം 6 അവേഴ്സെങ്കിലും ഏജിങ് ടാങ്കിൽ ആ മിക്സ് കിടക്കണം. അതിനുശേഷമാണ് നമ്മൾ ആ മിക്സ് എടുത്തിട്ട്, ഇതാണ് കണ്ടിന്യൂസ് ഫ്രീസർ, CF മെഷീൻ എന്ന് പറയും. അപ്പോൾ ഈ കണ്ടിന്യൂസ് ഫ്രീസറിനാണ് ഐസ്ക്രീം ഫ്ലേവേർഡായ ഐസ്ക്രീം പുറത്ത് വരുന്നത്. ഇതാണ് CF മെഷീൻ. CF മെഷീൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഫ്രീസർ. കണ്ടിന്യൂസ് ഫ്രീസറിൽ നമ്മൾ ആദ്യം മിക്സ് എടുത്ത് അത് ഫ്ലേവർ ആഡ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ഫ്രീസറിലോട്ട് ആഡ് ചെയ്യും. അതിനുശേഷം ഇതിലൂടെ ഐസ്ക്രീം പ്രോഡക്റ്റ് പുറത്തു വരും. കുട്ടികൾ കൂടുതലായിട്ട് കഴിക്കുന്നത് സിപ്പപ്പാണ്. ഇപ്പോൾ കുട്ടികളുടെ ആരോഗ്യം ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ സിപ്പപ്പ് ഉണ്ടാക്കുന്നത്. പാസ്ചറൈസിങ് ടാങ്കിലോട്ട് തന്നെയാണ് റോ മെറ്റീരിയൽസൊക്കെ ആഡ് ചെയ്ത് ബോയിൽ ചെയ്തിട്ടാണ് നമ്മൾ മിക്സ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലെ ഹാംഫുള്ളായ ബാക്ടീരിയാസിനൊക്കെ കില്ല് ചെയ്തിട്ടാണ് അത് പുറത്തോട്ട് വരുന്നത്. ഇതാണ് സിപ്പപ്പ് മെഷീൻ. സിപ്പപ്പ് ഉണ്ടാക്കുകയാണെങ്കിലും ഐസ്ക്രീം ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ ആദ്യം ബേസ് ഫ്ലേവറാണ് ഉണ്ടാക്കുന്നത്. ഈ ബേസ് ഫ്ലേവർ ആദ്യം പാസ്ചറൈസ് ചെയ്ത് ഹോമോജനൈസ് ചെയ്ത് കൂൾ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷമാണ് സിപ്പപ്പ് ആയാലും ഐസ്ക്രീം ആയാലും ഫ്ലേവർ ചേർത്ത് ഓരോ മെഷീനിലോട്ടും നമ്മൾ ആഡ് ചെയ്യുന്നത്. നമ്മൾ സിപ്പപ്പിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 5 രൂപ മുതൽ 10 രൂപ വരെയാണ്. കാരണം ചെറിയ കുട്ടികളുടെ 5 രൂപയ്ക്ക് പെട്ടെന്ന് വാങ്ങിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം, അത് ഹെൽത്തി ആയിരിക്കണം എന്ന് നമുക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഇതേ രീതിയിൽ തന്നെ സിപ്പപ്പ് ഉണ്ടാക്കുന്നത്. ഇത് കപ്പ് ആൻഡ് കോൺ മെഷീനാണ്. കപ്പായാലും കോണായാലും ഈ മെഷീനിലൂടെയാണ് പുറത്തോട്ട് വരുന്നത്. ആദ്യം നമ്മൾ CF മെഷീനിലോട്ട് ഫ്ലേവേർഡ് മിക്സ് ആഡ് ചെയ്തിട്ട് CFലൂടെ കണക്ട് ചെയ്തിട്ടാണ് ഈ കപ്പ് ആൻഡ് കോൺ മെഷീൻ വർക്കാവുന്നത്. ഇപ്പോൾ നമ്മളിതിൽ 3 സൈസിലുള്ള കോണുകളാണ് ചെയ്യുന്നത്. ഒന്ന് ബിഗ് കോൺ, ഒന്ന് 120 ml ബിഗ് കോൺ വരുന്നുണ്ട്, 60 ml ബിനി കോൺ വരുന്നുണ്ട്, 45 ml ലിറ്റിൽ കോൺ വരുന്നുണ്ട്. ഈ 3 കോണും ഇതിലൂടെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 60 ml കപ്പ്, അതുപോലെ 100 ml കപ്പ്, 150 ml കപ്പ്, ഈ 3 തരത്തിൽ നമുക്കിതിലൂടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ലോലി ടാങ്കാണ്. ലോലി ടാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഐസ് ക്യാൻഡി ഉണ്ടാക്കുകയാണെങ്കിലും പോപ്സിക്കിൾസ് ഉണ്ടാക്കുകയാണെങ്കിലും അത് മൗൾഡിൽ ഒഴിച്ചിട്ട് ഈ ടാങ്കിലോട്ടാണ് വെക്കുന്നത്. ഈ ടാങ്കിൽ നിന്ന് നിശ്ചിത സമയം കഴിഞ്ഞാൽ അത് പുറത്തോട്ടെടുക്കും. പുറത്തോട്ടെടുത്ത് കഴിഞ്ഞാൽ ഇതാണ് റിലീസിങ് ടേബിൾ. ഈ റിലീസിങ് ടേബിളിലോട്ട് ഇറക്കി അത് റിലീസ് ചെയ്യും. റിലീസ് ചെയ്ത ശേഷം ഇതാണ് ഹാർഡ്നർ. ഹാർഡ്നർ എന്ന് പറഞ്ഞാൽ അതിനെ ഒന്നും കൂടെ കട്ടിയാക്കുന്നത്, എന്നുവെച്ചാൽ ഐസിനെ പോപ്സിക്കിൾസിനെ ഒന്നും കൂടി ഹാർഡാക്കുന്നത്. ഇതിലോട്ട് വെച്ച് ഇതിനും ഒരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞ് ഇത് ഇവിടുന്ന് എടുത്തിട്ടാണ് പിന്നെ പാക്ക് ചെയ്ത് ഫ്രീസറിലോട്ട് മാറ്റുന്നത്. മെസ്സിസ് ഐസ്ക്രീമിൻ്റെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 10 രൂപ മുതലാണ്. 10 രൂപ മുതൽ ഏകദേശം ഒരു 1000 സംതിങ് വരെ നമ്മളെ പ്രോഡക്റ്റുകൾ ഇറങ്ങുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഇപ്പോൾ മലപ്പുറം ജില്ല മൊത്തം ഞങ്ങൾ ആക്റ്റീവാണ്. പാലക്കാട് ജില്ലയിലേക്കും കടന്നിട്ടുണ്ട്. ഇനി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കേരളം മുഴുവൻ ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നോക്കുന്നുണ്ട്.
ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞങ്ങൾ ഇതിൽ കൊടുക്കുന്നതാണ്. പിന്നെ ഇതിനൊക്കെ സപ്പോർട്ടീവായിട്ട് സ്റ്റാഫിന് പുറമെ ഹസ്ബൻഡ്, പിന്നെ മകൻ LLB സ്റ്റുഡൻ്റാണ്, അവനും ഇതിൽ ഇൻവോൾവ്ഡ് ആണ്. അപ്പോൾ ഇവരാണ് എൻ്റെ എല്ലാം. രുചിയും ഗുണവുമുള്ള മെസ്സിസ് ഐസ്ക്രീം ഇനി നിങ്ങൾക്കും കഴിക്കാം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.